എൻ്റെ പേര് ലിജിൻ. നമ്മൾ മോക്ക് ടെക്സ്റ്റിലെ 5ാം ഭാഗമായ കേരള ഹിസ്റ്ററി എന്ന ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ അഥവാ മലബാർ കലാപം എന്നറിയപ്പെടുന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അല്ലെ, ഒന്നാമത്തെ ചോദ്യമായിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തീവ്രമായി നടന്നത് എവിടെയാണ് എന്നത്. അതായത് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും തീവ്രമായിട്ട് നടന്ന എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ കൊച്ചി, അതുപോലെ തന്നെ തിരുവിതാംകൂർ, മലബാർ, മദ്രാസ്. ഇതിൽ ശരി ഉത്തരമായിട്ടുള്ളത് മലബാറാണ്. അതിലെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശമാണ് മലബാർ. കേരളത്തിലെ വടക്കേ അറ്റമായിട്ടുള്ള പ്രദേശമാണ് മലബാർ. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് മലബാർ പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ ബ്രിട്ടീഷുകാരാണ് നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് മദ്രാസ് പ്രോവിൻസിന്റെ കീഴിലാണ് ഈ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് മദ്രാസ് പ്രോവിൻസിന് വരുന്നതിന് മുമ്പ് ഇത് നമ്മളുടെ ബോംബെ പ്രോവിൻസിന്റെ കീഴിലായിരുന്നു. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായി നടന്ന പ്രദേശമാണ് മലബാർ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറ്റ് പ്രദേശങ്ങളുണ്ട്, തിരുവിതാംകൂറും തിരുക്കൊച്ചിയും, അതുപോലെ തന്നെ മലബാർ പ്രദേശം. പക്ഷെ ഈ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും ബ്രിട്ടീഷുകാർ ആണ് ഭരണയുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ രാജാക്കന്മാർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയിലും അങ്ങനെ തന്നെയായിരുന്നു നടത്തിക്കുന്നത്. പക്ഷെ നമ്മളെ മലബാറിനെ കുറിച്ച് പറയുമ്പോൾ അത് അവിടെ പ്രത്യേക രാജാക്കന്മാരൊന്നും ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് തന്നെയാണ് ഭരണം നടത്തിക്കൊണ്ടത്. അവിടുത്തെ രാജാക്കന്മാരായിട്ടുണ്ടായിരുന്നത് സാമൂതിരിമാരായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ ശരിയായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷനാണ് മാപ്പിള കലാപകാരികളാൽ വധിക്കപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റ് HV കനോലി. രണ്ടാമത്തെയാണ് മാപ്പിള കലാപകാരികളുടെ തുടക്കം 1936 ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം കനോലി പ്ലോട്ട് ആണ്. നാലാമത്തത് TL സ്റ്റെയിൻജ് കമ്മീഷനാണ് മാപ്പിള ലഹളകളെ കുറിച്ച് അന്വേഷിച്ചത്. ഇത് 4 ഏതാണ് ശരി എന്ന് നോക്കുകയാണെങ്കിൽ ഇത് 4 ശരിയാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. മലബാർ കലാപത്തിന് തുടക്കം 1836 തുടക്കം കുറിക്കുന്നത്. ഇന്നത്തെ മലപ്പുറം പ്രദേശം, അതുപോലെ തന്നെ ഏറനാട് പ്രദേശം, അതുപോലെ തന്നെ വള്ളുവനാട് പ്രദേശം എന്നീ പ്രദേശങ്ങളാണ് കലാപം ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നത്. മാപ്പിള ലഹളകൾ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ നടന്ന സമാന സ്വഭാവമുള്ള ഒരു കൂട്ടം അക്രമ സംഭവങ്ങളായിരുന്നു. അതായത് ഈ പറയുന്ന മലപ്പുറം, ഏറനാട്, വള്ളവനാട് പ്രദേശങ്ങളിലെ മാപ്പിളകൾ അഥവാ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഒരേ സ്വഭാവമുള്ള ഒരു സമരമുറയായിരുന്നു ഈ പറയുന്ന മാപ്പിള ലഹളകൾ. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് TS സ്റ്റെയിൻജ് കമ്മീഷൻ. 1952 ഈ കമ്മീഷൻ വരുന്നത്. 1952 മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ സ്റ്റെയിൻജ് കമ്മീഷൻ. കമ്മീഷൻ റിപ്പോർട്ട് കലാപങ്ങൾക്ക് കാരണമായിട്ടുള്ളത് മതവും വർഗീയതയുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെ ബ്രിട്ടീഷുകാർ പൊതുവെ ഇന്ത്യയിൽ ഭരണം നടത്തുവാനായിട്ട് കാഴ്ചവെച്ച ഒരു കാര്യമാണ് മതവും വർഗീയതയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ TS സ്റ്റെയിൻജ് റിപ്പോർട്ടിൽ പറയുന്നത് മാപ്പിള കലാപങ്ങളെ വർഗീയ കലാപങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ ആ റിപ്പോർട്ട് കൊടുത്തത്. 1955 മാപ്പിള കലാപങ്ങളാൽ വധിക്കപ്പെട്ട മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് നമ്മളെ HV കനോലി. HV കനോലി ആ സമയത്ത് നമ്മളെ മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ്, അതായത് സബ് കളക്ടർ ആയിരുന്നു. അദ്ദേഹം കലാപകാരികളെ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പേരിലുള്ള തേക്കിൻ തോട്ടമാണ് കനോലി പ്ലോട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കിൻ തോട്ടമാണ് ഇത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൂക്കോട് യുദ്ധം നടന്നത് എന്നാണ്? അത് 1921 ഓഗസ്റ്റ് 26 ഈ പറയുന്ന പൂക്കോട്ട് കലാപം നടന്നത്. 1921 ഓഗസ്റ്റ് 26 നടന്ന ഈ പൂക്കോട്ട് കലാപം ഖിലാഫത്ത് പ്രസ്ഥാനം
അത് മറ്റൊന്ന് ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ബ്രിട്ടീഷുകാരെ മോഷണക്കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ ശക്തമായ രീതിയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മോഷണക്കുറ്റം ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് അവിടെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. പൂക്കോട്ടിൽ നടന്ന കലാപം പൊട്ടിപ്പുറത്തുന്നത് അങ്ങനെയാണ്. ഇത് അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ പട്ടാളത്തെ നിയോഗിച്ചു. പൂക്കോട്ടലിലേക്ക് പട്ടാളം വന്നു. അവിടുത്തെ കലാപകാരികളും ഈ പട്ടാളവുമായിട്ട് യുദ്ധം ചെയ്തു. അതാണ് പൂക്കോട്ട് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടത്. അതാണ് ഈ പറയുന്ന മലബാർ കലാപവുമായിട്ട് ഏറ്റവും അവസാനം നടന്ന സംഭവം. പൂക്കോട്ട് യുദ്ധം 1921 ഓഗസ്റ്റ് 26 നടക്കുന്നത് അവസാനത്തെ സംഭവമാണ്. 4ാമത്തെ ചോദ്യമായിരുന്നു, തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പോത്തന്നൂർ ദുരന്തം എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. ബി, വാഗൺ ട്രാജഡി ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് ദുരന്തം എന്ന് വിളിക്കുന്നു. 3, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. വാഗൺ ട്രാജഡി നടന്ന വാഗന്റെ നമ്പർ MSMLV 1711. അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അതിൽ തെറ്റായത് സി ആണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് എന്നതാണ് തെറ്റായ പ്രസ്താവന. വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് 1921 നവംബർ 19 വാഗൺ ട്രാജഡി നടക്കുന്നത്. നമ്മളെ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ആണ് ഒരു വാഗണിലേക്ക് ഈ സമരാനുകൂലികളെ കയറ്റിക്കൊണ്ടുപോവുകയുണ്ടായി. അതായത് അതിന് ജനലുകളും വാതിലുകളും ഒന്നുമില്ലായിരുന്നു, തുറന്ന ഇതൊന്നുമില്ലായിരുന്നു. ആൾക്കാരെ എല്ലാത്തിനെയും കുത്തി നിറച്ചുകൊണ്ടാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം 1921 നവംബർ 19 ഇതിലേക്ക് കയറ്റുകയും 1921 നവംബർ 20 കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ വാഗൺ തുറക്കുകയുണ്ടായി. വാഗൺ തുറന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന 64 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 6 പേര് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ആശുപത്രിയിൽ വെച്ച് ഈ പറയുന്ന 6 പേരും മരിച്ചു. അതായത് മൊത്തത്തിൽ ഈ പറയുന്ന 70 പേരാണ് ഈ വാഗൺ ട്രാജഡിയിൽ മരിച്ചത്. ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാല ബാഗ് ദുരന്തം എന്നാണ് ഈ പറയുന്ന നമ്മളുടെ വാഗൺ ട്രാജഡി അറിയപ്പെടുന്നത്. നമുക്ക് ജാലിയൻ വാല ബാഗ് എന്താണെന്ന് അറിയാം. ബ്രിട്ടീഷുകാര് ഒരു സമരാനുകൂലികളായിട്ട് ഒന്നിച്ചു കൂടിയ ആൾക്കാരെ എല്ലാത്തിനെയും വെടിവെച്ച് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു സ്ക്വയറിൽ വെച്ച് വെടിവെച്ച് കൊള്ളുകയുണ്ടായി. അതിന് തത്തുല്യമായ രീതിയിലുള്ള മറ്റൊരു ദുരന്തമായിരുന്നു ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്ന പോത്തന്നൂരിൽ വെച്ച് നടന്ന ദുരന്തം. വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ഈ പറയുന്ന വാഗൺ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയതാര്? അത് പുസ്തകം എഴുതിയത് കെ മാധവൻ നായരാണ്. കെ മാധവൻ നായരാണ് നമ്മളുടെ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ മറ്റ് മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചരിത്ര കൃതികളുണ്ട്. അത് ഹിസ്റ്ററി ഓഫ് മലബാർ റെബിലിയൻ ഇൻ 1921. R.H. ഹിച്ച്കോക്ക്, അന്നത്തെ മലബാറിലെ പോലീസ് മേധാവിയായിരുന്നു R.H. ഹിച്ച്കോക്ക്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് മലബാർ റെബിലിയൻ ഇൻ 1921. മറ്റൊരു പുസ്തകമാണ് മലബാർ കലാപം. അത് കെ മാധവൻ നായർ എഴുതി. ദുരവസ്ഥ എന്ന കൃതി കുമാരനേശൻ എഴുതി. സുന്ദരികളും സുന്ദരന്മാരും PC കുട്ടിക്കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് ഉറൂബ്. മലബാർ കലാപങ്ങളെ അടിസ്ഥാനമാക്കി 3 തലമുറകളുടെ കഥ പറഞ്ഞ കൃതിയാണ് ഈ പറയുന്ന സുന്ദരികളും സുന്ദരന്മാരും. ഖിലാഫത്ത് സ്മാരകം ഇത് എഴുതിയത് ബ്രഹ്മദത്തൻ നമ്പൂതിരി ആണ്. ഇത്രയാണ് നമ്മളുടെ 5ാമത്തെ മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി. എല്ലാവരും നല്ലവരും കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.